ഹിജാബിൻ്റെ കോണുകൾ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ നെറ്റി എൻഡ് ചെയ്യുന്ന നമ്മളുടെ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, കട്ടി കൂടുതലില്ല കട്ടി കുറവുമില്ല. സോ അങ്ങനത്തെ മെറ്റീരിയലാണ് എപ്പോഴും നല്ല കോണുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർക്ക് നെറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ മാക്സിമം നല്ല അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. സോ പലർക്കും അറിയില്ല ശരിക്കും ഹിജാബിൻ്റെ എവിടെ, ശരിക്കും കോണിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അപ്പം ഹിജാബിൻ്റെ കോണ് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹിജാബ് എടുക്കുക എന്നുള്ളത്. അത് തന്നെ അതിൻ്റെ മെറ്റീരിയൽ ശരിക്കും ശ്രദ്ധിക്കണം. അതായത് ഇതിപ്പം ജോർജറ്റാണ്. ജോർജറ്റിൽ നമുക്ക് നല്ല കോണൊന്നും ലഭിക്കില്ല. അതായത് ഓവർ കട്ടിയുള്ള ഹിജാബ് എടുക്കാൻ പാടില്ല. എന്നാൽ കട്ടി കുറഞ്ഞ് തിന്നായിട്ടുള്ള ഹിജാബിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കോണ് കിട്ടില്ല. ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കോണ് നമുക്ക് കിട്ടുക വിസ്കോസ് ടൈപ്പ് ഹിജാബിലാണ്. പക്ഷേ മേ ബി ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ജോർജറ്റും ഷിഫോണൊക്കെയാണ്. അപ്പോൾ ഷിഫോണിൽ കോണ് കുറവായിരിക്കും, ജോർജറ്റിൽ കമ്പാരറ്റീവ്ലി കുറച്ചും കൂടി നല്ല കോണുകൾ ലഭിക്കും. അപ്പോൾ ഇതൊരു ജോർജറ്റാണ്. പക്ഷെ ഇതിലും നമ്മൾ പിന്നെ വെച്ച് നമ്മൾ ഇടുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജോർജറ്റ് ഒരു ആവറേജ് മെറ്റീരിയലാണ്, കട്ടി കൂടുതലില്ല കട്ടി കുറവുമില്ല. സോ അങ്ങനത്തെ മെറ്റീരിയലാണ് എപ്പോഴും നല്ല കോണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. സോ നമ്മൾ അങ്ങനെ ഒരു ഹിജാബാണ് എടുത്തിട്ടുള്ളത്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ അണ്ടർ സ്കാർഫ് മസ്റ്റായിട്ടും ഇടുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അണ്ടർ സ്കാർഫ് ഇട്ടിട്ടില്ലെങ്കിൽ പിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചില ആൾക്കാർക്ക് ഹെയർ ഇവിടെ ഇങ്ങനെ ചെറിയ ഹെയർ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കോണുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു അണ്ടർ സ്കാർഫ് നമ്മൾ ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് പിൻ ചെയ്യാം, നമ്മളുടെ ഹെയർ കവർ ചെയ്യാം. അതുപോലെ തന്നെ നല്ല കോണുകൾ കിട്ടാനും അണ്ടർ സ്കാർഫ് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും അണ്ടർ സ്കാർഫ് ഇടുക. ആൻഡ് ഷോൾ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ഈ ഒരു സ്റ്റിച്ചിങ് ഫസ്റ്റിൽ തന്നെ വരുന്ന രീതിയിലുള്ള ലെയർ നമ്മൾ ഒരിക്കലും ഇടരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് കോണ് കിട്ടില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ചിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഷോളിന് അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ കോണാക്കുമ്പം അതിങ്ങനെ ഒടിഞ്ഞാണ് നിൽക്കുക, സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്ന ഭാഗം തന്നെ കുറച്ച് മടക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് നല്ല കോണ് വരും. ഇനി നമ്മൾ മടക്കുന്ന ഈ ഒരു ഭാഗത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മടക്കുന്ന ഭാഗം ഇത്രയാണ് മടക്കിയിട്ടുള്ളൂ എങ്കിൽ ചില ആൾക്കാർക്ക് ഹിജാബിൽ തീരെ കവറേജ് ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് അവർ വളരെ കുറച്ചുള്ളൂ മടക്കുക. കാരണം അവർക്ക് ബാക്കിലോട്ടൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം വേണ്ടി വരും. ഹിജാബ് തന്നെ തീരെ വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്ര ഉള്ളൂ മടക്കുക. പക്ഷേ ഇത്ര മടക്കിയാൽ നമ്മളുടെ കോണ് നമ്മൾ ഇടുമ്പം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോന്നുകൊണ്ടിരിക്കും ഈ ഒരു വിഡ്ത്ത്. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് പോരാ, നമ്മൾ മടക്കുമ്പം അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ തന്നെ നമ്മൾ മടക്കിയെടുക്കുക. ഇപ്പം ഏകദേശം ഇത്ര വിടുത്തെങ്കിലും മിനിമം നിങ്ങൾ ഫസ്റ്റ് ലെയർ എടുക്കുന്ന സമയത്ത് ഇത്ര വിടുത്തെങ്കിലും നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഈ ഒരു വിടുത്ത് ഇട്ടാലുള്ളൂ നമുക്ക് നമ്മളുടെ കോണ് നല്ല ലാസ്റ്റിങ്ങിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കോണിന് തീരെ ലാസ്റ്റിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത്ര വിടുത്തെങ്കിലും വയ്ക്കുക. അപ്പോൾ നമ്മൾ കുത്തുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ എടുത്ത് കുത്തുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോണ് മേക്ക് ചെയ്യുമ്പം ഇത്ര വീതിയെങ്കിലും ഫസ്റ്റ് ലെയറിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത്ര വീതിയിലെടുത്തു. നമ്മൾ ഹിജാബിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിങ്ങനെ ഷോൾ ഇങ്ങനെ നമ്മളുടെ ഹെഡിനെ കവർ ചെയ്ത് നല്ലപോലെ വിരിച്ചിടുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കോണ് മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് എടുത്ത ലെയർ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മളുടെ തമ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോണ് കിട്ടി. ഫസ്റ്റ് നമ്മൾ വിരിച്ചിടുക, എന്നിട്ട് അതന്നെ ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിടുക. നെക്സ്റ്റ് നമ്മൾ തമ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇടുക. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കോണ് കിട്ടി. അപ്പോൾ നമ്മൾ കോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോണിൻ്റെ വലിപ്പം പാകാവുക എന്നുള്ളതാണ്. സോ പലർക്കും അറിയില്ല ശരിക്കും ഹിജാബിൻ്റെ കോൺ എവിടെ, ശരിക്കും കോണിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടാമതായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് നെറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ മാക്സിമം നല്ല അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. മാക്സിമം അടിയിലേക്ക് വലിച്ചിട്ടുള്ള കോണുകൾ എടുക്കുക.
ചില ആൾക്കാർക്ക് നെറ്റി നല്ല കുറവായിരിക്കും. നെറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ കോണ് മാക്സിമം വൈഡായിട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഹിജാബിൻ്റെ ഒരു നമ്മൾ ഫേസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഹിജാബിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹിജാബിൻ്റെ കോണ് കൊടുക്കുമ്പോഴും ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെറ്റിയുടെ കാര്യം ശ്രദ്ധിക്കുക. ഇനി കറക്റ്റ് ഒരു ഹിജാബിൻ്റെ കറക്റ്റ് സൈസ് കറക്റ്റ് പൊസിഷൻ വരുമ്പം ഹിജാബിൻ്റെ കോണുകൾ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ നെറ്റി എൻഡ് ചെയ്യുന്ന നമ്മളുടെ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, നെറ്റി കഴിയുന്ന ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളുടെ കോൺ ഉണ്ടാവേണ്ടത്. ആൻഡ് കോൺ ഇത്ര വലിപ്പേ പാടുള്ളൂ. ചില ആൾക്കാർ ഒരുപാട് കോൺ എടുക്കുക, ഇത്രയൊക്കെ എടുക്കും. ഉള്ളിലുള്ള ഇന്നർ ക്യാപ്പും ടർബൈനൊക്കെ ഫുള്ള് കാണുന്ന രീതിയിൽ ഭയങ്കര കോണുകൾ എടുക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ഒരു ഓവർ കോണൊക്കെ എടുക്കുമ്പം നമ്മുടെ ഫേസിലോട്ട് നോക്കിയാൽ അതൊരു ഭയങ്കര ബോറാണ് കേട്ടോ, ഉള്ളിൽ ഇത്രയും ഇതിങ്ങനെ കാണുന്നത്. മറിച്ച് നമ്മളുടെ ഇന്നർ ക്യാപ്പ് ചെറിയൊരു ട്രയാങ്കിളായിട്ട് കണ്ടാൽ മതി. ചെറിയൊരു കോണാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളുടെ തമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ നെറ്റിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇന്നർ ക്യാപ്പ് ചെറിയ രീതിയിൽ കാണുന്നത് പോലെ ഇവിടെ കോണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സ്ട്രാ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ലെയർ എടുത്തിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാ ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്താണ് ഈ കാണുന്നത്. അത് ഉള്ളിലത്തെ ഈ ഒരു ഫോൾഡിങ് ഉള്ള ഈ ഒരു ലെയർ. അപ്പോൾ ഈ ലെയർ ഇങ്ങനെ പോയിട്ട് ഇപ്പം ഇത്ര വരെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ലെയർ ഉണ്ടാവും. അപ്പം അവിടെ കറക്റ്റ് നമ്മളുടെ ഇന്നർ ക്യാപ്പും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഹിജാബിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡിങ് കൊടുത്തില്ലേ, അപ്പം ഇങ്ങനെ ഒരു ഫോൾഡിങ് കൊടുത്തില്ലേ, ഈ ഫോൾഡിങ് ഇവിടെ വരുമ്പം ഇവിടുത്തെ ഈ ഒരു ഫോൾഡിങ് ഇവിടെ ഇട്ടുണ്ടാവും, ഇവിടെ ആയിരിക്കും അതിൻ്റെ എൻഡ് ചെയ്യുക. അപ്പോൾ അത് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പിന്ന് കുത്തുമ്പം ആ ഒരു ഫോൾഡിങ്ങും കൂടി കൂട്ടിയിട്ട് പിന്ന് കുത്തണം. അതല്ലാതെ അതിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ ഇവിടെ കുത്തുന്ന പിന്ന് ഇതിൻ്റെ പുറത്താണ് നമ്മൾ പിന്ന് കുത്തുന്നതെങ്കിൽ ആ ഒരു ഫസ്റ്റ് എടുക്കുന്ന ഫോൾഡിങ് കുറച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിജാബ് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മളുടെ കോണിൻ്റെ അളവും കോണിൻ്റെ സൈസൊക്കെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. സോ കോൺ മേക്ക് ചെയ്ത് തമ്പിനോട് നമ്മളിതൊന്ന് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയ കോണിന് ഒരു മുട്ടുസൂചി യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ നല്ല പോലെ ഫിക്സ് ചെയ്യുക. ഒരു 3 വട്ടം നല്ല പോലെ ഫിക്സ് ചെയ്യുക, തീരെ പോരാത്ത രീതിയിൽ. കോൺ മേക്ക് ചെയ്യുന്നതിൽ ഒരു എക്സ്ട്രാ ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു എക്സ്ട്രാ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ കുത്തുന്ന പിന്നും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പിന്നു കുത്തല്ലോ, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പിന്നും നമ്മൾ എത്രമാത്രം നല്ല ഫിക്സായിട്ട് ഉറപ്പുള്ള രീതിയിൽ നമ്മൾ കുത്തുന്നു, അതാണ് നമ്മളുടെ കോണിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കുത്തുന്ന പിന്നും ഇവിടെ കുത്തുന്ന പിന്നുമാണ്. അപ്പം അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ കോണിൻ്റെ ഷേപ്പ് മാറും, കോണിൻ്റെ സൈസ് മാറും, കോണിൻ്റെ കോലവും അതിൻ്റെ ഭംഗി തന്നെ ഒട്ടും ക്യൂട്ടല്ലാതാവും. ഹിജാബ് ഇടുമ്പോൾ നല്ല കോണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മേലെ കുത്തുന്ന പിന്നും അടിയിൽ കുത്തുന്ന പിന്നും കറക്റ്റ് പോരാത്ത രീതിയിൽ കറക്റ്റ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കുത്തുക. അതൊരു ടിപ്പാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എപ്പോഴൊക്കെയോ നിങ്ങൾ പെട്ടെന്നായിരിക്കും എല്ലാവരും ഹിജാബ് സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് മതിയായ രീതിയിൽ ഫിക്സ് ചെയ്ത് കുത്തില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ നല്ല ലൂസാകുമ്പോൾ നമ്മളത് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടുത്തെ അളവ് മാറും. ടൈറ്റ് ആയാലും നമ്മളിതിങ്ങനെ ലൂസാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പം ഇവിടുത്തെ അളവ് മാറും. ഇവിടുത്തെ അളവ് നമ്മൾ കാണുന്നില്ല, നമ്മൾ പിന്നെ ഇവിടെയല്ലേ ഉള്ളൂ കുത്തുക. സോ ഇവിടെ രണ്ടും തമ്മിലുള്ള കുത്തുന്ന ആ ഒരു പിന്നുകളാണ് നിങ്ങളുടെ ഹിജാബിൻ്റെ കോണിനെ ബാധിക്കുന്നത്. അപ്പം അതാണ് ഒരു എക്സ്ട്രാ ടിപ്പ് എന്ന് പറയുന്നത്. അതൊരു എക്സ്ട്രാ ടിപ്പ് തന്നെയാണ്. അത് ആരും ശ്രദ്ധിക്കാറില്ല, എല്ലാവരും അത് പെട്ടെന്ന് കുത്തി പോവുകയാണ് ചെയ്യുക. നമ്മളുടെ ഹെഡ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയാലും ഇവിടെയും ഈ കോണ് മാറാത്ത രീതിയിൽ ഇവിടെ കുത്തുക. നമ്മൾ ചാടിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലൊക്കെ ഇവിടുന്ന് പിന്ന് പോരാത്ത രീതിയിൽ കറക്റ്റ് നമ്മളുടെ കഴുത്തിൽ ഇവിടെ ചിന്നിൻ്റെ ഇവിടെ കുത്തരുത് കേട്ടോ. പിന്നെ കറക്റ്റ് ചിന്ന് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ഇവിടെ കുത്തണം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്ന് കുത്താണെങ്കിൽ നമ്മൾ കുത്തിയ പോലെ തന്നെ നമ്മളുടെ കോണ് എപ്പോഴും അവിടെ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും.
സോ ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊരു കോൺ ഉണ്ടാക്കി. ഇനി ഈ ഒരു കോൺ യൂസ് ചെയ്തിട്ട് ഉള്ള ഹിജാബ് ട്യൂട്ടോറിയൽ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്, പാർട്ട് 2. അപ്പോൾ ആ വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഹിജാബിൽ ഏറ്റവും നല്ല കോൺ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും നെക്സ്റ്റ്. അതിലും ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട്. സോ ഈ വീഡിയോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഹിജാബിനെ പറ്റി അടുത്തത് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ടൈപ്പ് വീഡിയോ ഇറക്കാം. സോ പുതിയൊരു ഹിജാബ് വീഡിയോ ആയിട്ട് കാണാം. സീ യു അഗെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.